ഇറാൻ സുരക്ഷാ കൌൺസിൽ മേധാവി അലി ലാരിജാനി കൊല്ലപ്പെട്ടു. അത്തരത്തിലുള്ള വിവരങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്. ഇറാൻ ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഖമനേയ്ക്ക് ശേഷം ഇറാനിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വ്യക്തിത്വമാണ് ലാരിജാനി. അതേസമയം ഇറാൻ ബസിറ്റ് കമാൻഡർ ഗുലാം റിസ സുലൈമാനിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് IRGC വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇന്നലെ പുലർച്ചെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് ലാരിജാനിയെയാണ്. മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത ഇറാൻ സ്ഥിരീകരിച്ചത്. ഇറാന്റെ ഉന്നമനത്തിനും ഇസ്ലാമിക വിപ്ലവത്തിനുമായി ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ച ശേഷം അദ്ദേഹം ഒടുവിൽ തന്റെ ആഗ്രഹം നിറവേറ്റി. അഭിമാനത്തോടെ രക്തസാക്ഷിത്വം വരിച്ചു. ഇറാന്റെ സൈനിക നേതൃത്വത്തിലെ ഏറ്റവും നിർണായകമായ വ്യക്തിയായിരുന്നു ലാരിജാനി. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയുടെ കൊലപാതകത്തെ തുടർന്ന് രാജ്യത്തിന്റെ സുരക്ഷയുടെ നേതൃത്വം ലാരിജാനിയുടെ കൈകളിലായിരുന്നു. സുരക്ഷാ മേധാവിയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഇറാന് കനത്ത തിരിച്ചടിയാണ്. ഇറാനിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും സൈനിക സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ട് തെഹ്റാനിലും ഷിറാസ്, തബ്രിസ് നഗരങ്ങളിലും ഒരേ സമയം വ്യോമാക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടത്. 1958 ഇറാഖിലെ നജാഫിലാണ് ലാരിജാനി ജനിച്ചത്. ഷാ ഭരണകൂടത്തിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ 1930കളിൽ ഇറാഖിലേക്ക് പലായനം ചെയ്തതാണ് ഈ കുടുംബം. ലാരിജാനി പിറന്ന് 2 വർഷത്തിനു ശേഷം കുടുംബം ഇറാനിലേക്ക് മടങ്ങി. ഖോമിലെ മതപാഠശാലയിൽ പ്രാഥമിക പഠനം, പിന്നീട് ടെഹ്റാനിലെ ആര്യ മെഹർ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം, കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം. അതുകഴിഞ്ഞ് പാശ്ചാത്യ തത്വശാസ്ത്രത്തിലേക്ക് മാറി. വെസ്റ്റേൺ ഫിലോസഫിയിൽ PhDയും നേടിയ ശേഷമാണ് ലാരിജാനി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിൽ ചേർന്നത്. പിന്നീട് ഇറാൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി. 3 തവണ സ്പീക്കറും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ മേധാവിയുമായി. 1979 വിപ്ലവത്തിലൂടെയാണ് ലാരിജാനി രാഷ്ട്രീയത്തിലേക്ക് വന്നത്. റവല്യൂഷണറി ഗാർഡ്സ് ആയിരുന്നു ആദ്യ തട്ടകം. 1989 സാംസ്കാരിക ഇസ്ലാമിക മാർഗനിർദ്ദേശക മന്ത്രിയായി. 1994 മാധ്യമ വിഭാഗമായ IRIB ഡയറക്ടർ ജനറലായി. ഇക്കാലത്താണ് പരമോന്നത നേതാവ് ഖമനേയിയുമായി കൂടുതൽ അടുത്തത്. 2005 പ്രസിഡന്റ് മഹ്മൂദ് അഹ്മദി ലാരിജാനിയെ സുരക്ഷാ കൌൺസിൽ തലവനായും മുഖ്യ ആണവ മധ്യസ്ഥനായും നിയമിച്ചു. എന്നാൽ 2 വർഷത്തിനു ശേഷം ലാരിജാനി സ്ഥാനമൊഴിഞ്ഞു. പ്രസിഡന്റ് നെജാദിന്റെ തീവ്ര നിലപാടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു കാരണം. 2008 പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2020 3 തവണ സ്പീക്കറായി. 2005 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എന്നാൽ വെറും 5.94% വോട്ട് നേടി 6ാം സ്ഥാനത്തുമായി. 2021 2024 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചെങ്കിലും ഖമനേയി അത് വെട്ടി. ഇതോടെ മുഖ്യധാരയിൽ നിന്ന് അല്പം മാറി നിന്നെങ്കിലും 2024 മസൂദ് പെഷസ്കിയാൻ ലാരിജാനിയെ വീണ്ടും സുരക്ഷാ കൌൺസിൽ സെക്രട്ടറിയായി നിയമിച്ചു. 2025 ഏപ്രിലിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം മുറുകിയപ്പോൾ ലാരിജാനി ഒരു കടുത്ത പ്രഖ്യാപനം നടത്തി. ആക്രമണമാണ് മുന്നിലെങ്കിൽ ആണവായുധം നിർമ്മിക്കാൻ ഇറാൻ നിർബന്ധിതരാകും. അത് വലിയ വിവാദങ്ങളുമുണ്ടാക്കി. 2 മാസത്തിനു ശേഷം ജൂണിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. ഈ വർഷം ട്രംപ് ആണവ ചർച്ച എന്ന നിർദ്ദേശം വെച്ചപ്പോൾ ചർച്ചകളിൽ ലാരിജാനി പിന്തുണച്ചു. 3 തവണ ചർച്ച നടത്തിയെങ്കിലും കരാറിൽ എത്തിയില്ല. ഖമനേയി കൊല്ലപ്പെട്ടതിനു ശേഷം ഇറാന്റെ മുഴുവൻ കാര്യങ്ങളിലും നേതൃത്വം വഹിച്ചത് അദ്ദേഹമായിരുന്നു. അതിനിടെ ഇറാനിലെ ബുഷഹർ ആണവ നിലയത്തിനു സമീപം മിസൈൽ പതിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ ആളപായമോ ആണവ നിലയത്തിന് കേടുപാടുകളോ സംഭവിച്ചിട്ടില്ല. പാശ്ചാത്യ തത്വചിന്തയിലുള്ള അഗാധമായ അറിവും അതേസമയം ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക പ്രതികാര നിലപാടുകൾ സ്വീകരിച്ചതും കാരണമാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ അദ്ദേഹത്തെ പ്രതികാരം തേടുന്ന തത്വചിന്തകൻ എന്ന് വിശേഷിപ്പിച്ചത്. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് പോലും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ പ്രതിരോധം തീർക്കാൻ ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങളോട് അദ്ദേഹം ശക്തമായി ആഹ്വാനം ചെയ്തിരുന്നു. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെഹ്റാനിൽ നടന്ന ഗുസ്തിന റാലിയിൽ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനൊപ്പം പങ്കെടുത്തതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ പൊതുപരിപാടി. 2026 മാർച്ച് 17 തെഹ്റാനിൽ വെച്ചാണ് ലാരിജാനിക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം ഉണ്ടായത്. എന്തായാലും അലി ലാരിജാനിയുടെ മരണം ഇറാന്റെ നേതൃത്വത്തിൽ വലിയൊരു വിടവ് സൃഷ്ടിച്ചിരിക്കും. പാശ്ചാത്യ രാജ്യങ്ങളുമായി നയതന്ത്ര ആശയവിനിമയം നടത്താൻ പ്രാപ്തിയുള്ളതും അതേസമയം ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിരോധത്തിന് നേതൃത്വം നൽകാൻ കെൽപ്പുള്ളതുമായ ഏറ്റവും പരിചയസമ്പന്നനായ ഒരു തന്ത്രജ്ഞനെയാണ് ഇറാന് നഷ്ടമായത്. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഈ കൊലപാതകങ്ങൾ ഇറാനിയൻ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെങ്കിലും ഇത് പശ്ചിമേഷ്യയെ കൂടുതൽ രൂക്ഷമായ സംഘർഷത്തിലേക്ക് തള്ളിവിടുമെന്ന കാര്യം ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.